ഇപ്രാവശ്യത്തെ ഓണം എക്സാം കഴിഞ്ഞ സമയത്ത് ഒരു കാര്യം നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇത്ര കാലം ഇംഗ്ലീഷ് എങ്ങനെയാണോ പഠിച്ചത് അത് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലേ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഓണം എക്സാം കഴിഞ്ഞ് നമുക്ക് പേപ്പറൊക്കെ കിട്ടി തുടങ്ങുന്ന സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു മാർക്ക് ഇംഗ്ലീഷിൽ കിട്ടിയെങ്കിലേ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾ എടുത്ത പണിക്കുള്ള മാർക്കാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് അങ്ങനെ ആശ്വസിക്കാൻ പറ്റൂല. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷം കുട്ടികളും കംപ്ലൈന്റ് പറയുന്ന ഒരു സംഭവമാണ് ഇംഗ്ലീഷിൽ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത്. എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പിഴവ് പറ്റുന്നത്? എവിടെയാണ് ശരിക്കും ഇംഗ്ലീഷിന്റെ മാർക്ക് പോകുന്നത്? നിങ്ങളൊന്ന് ശരിക്കും ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഇരുത്താനും പരത്താനൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ എവിടെയാണ് മാർക്ക് പോകുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. ഇത് അത്ര വലിയ ആഗോള പ്രശ്നമൊന്നുമല്ല. ഒന്നാമതായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് പഠിക്കുന്നുള്ളത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എത്ര സമയം എടുത്തിട്ടാണ് പഠിച്ചെന്നുള്ളത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്തിട്ട് പഠിക്കാം. നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം കുറേ ഉണ്ട്, ഒരു 5-6 ചാപ്റ്റർ നമുക്ക് ഓണം എക്സാമിന് തന്നെ പഠിക്കാനുണ്ട്. ഇത് അത്രയും ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിലേ ഇതിൽ കൃത്യമായിട്ട് എവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക, ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, എക്സാമിന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു പോകുന്നത്, ഇതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ എന്താണോ കണ്ടൻസ് ചെയ്ത് പഠിക്കേണ്ടത് അത് പഠിക്കാതെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കാണുന്ന യൂട്യൂബ് ലൈവുകളും അവിടുന്ന് ഇവിടുന്ന് കാണുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് തലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താണ്, എക്സാമിന് എന്തായാലും പഠിച്ചു പോകേണ്ട കുറച്ച് പോയിന്റുകൾ എന്താണ്, ഇതൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് എന്തൊക്കെയോ അറിയാന്നുള്ളൊരു കോൺഫിഡൻസിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എക്സാം ഹോളിലേക്ക് പോകുന്നത്. അവിടെ ആയിരിക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനോളം ലെങ്തി ആയിട്ടുള്ള ലൈവുകളൊക്കെ കണ്ടിട്ട് അടുത്ത ദിവസം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, അത്രയും കാര്യം നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂല. അത്രയും കാര്യം ഓർമ്മയിൽ നിൽക്കാത്തത് കൊണ്ട് തന്നെ ആ മെനക്കെട്ടതൊക്കെ അല്ലെങ്കിൽ ആ എടുത്ത പണിയൊക്കെ ശരിക്കും വേസ്റ്റ് ആയി പോവാണ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചാപ്റ്ററിന്റെ സമ്മറി പഠിക്കുന്ന സമയത്ത് കുറച്ച് പൊടിക്കൈകൾ നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. എന്താണോ എക്സാമിന് ആവശ്യമുള്ളത് അത് മാത്രം പഠിക്കുക എന്നുള്ളതായിരിക്കണം. നല്ല മാർക്ക് ആണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വേറൊരു കാര്യം പറയട്ടെ, ഇപ്രാവശ്യം ഈ വർഷം കുറച്ച് പുതിയ ഡിസ്കോഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 1, 2, 3 പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പോയം കമ്പാരിസൺ 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആ പോയം കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷങ്ങളിലൊന്നും നമുക്കിത് പരിചയമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് 8 മാർക്കിനും 10 മാർക്കിനൊക്കെ ചോദിക്കുന്ന വലിയ ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലേ അവിടെ നിങ്ങളുടെ ഒരുപാട് മാർക്ക് പോയിട്ടുണ്ടാവും. വേറെ ഒന്നാണല്ലോ നമ്മുടെ ഈ ഒരു 10 മുതൽ 12 മാർക്കിന് വരെ ചോദിക്കുന്ന ഗ്രാമർ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാ. ഫണ്ടമെന്റലി ബേസിക്കിന് നിങ്ങൾ വില കുറച്ച് കാണുന്നത് കൊണ്ടാണ് ഒരുപാട് മാർക്ക് പോയത്. അതായത് ചാപ്റ്റർ എങ്ങനെ പഠിക്കണം, ബേസിക് ആയ കാര്യമാണ്. അതായത് ഡിസ്കോഴ്സുകൾ ഏതൊക്കെയാണ് ഈ വർഷം പുതിയതായിട്ടുള്ളത് സാറേ, അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബേസിക് ആയ കാര്യമാണ്. നിങ്ങൾ ഗ്രാമർ, പുതിയതായിട്ടുള്ള ഗ്രാമർ ഒന്നും ഇവിടെ അധികം ഇല്ല. നമ്മൾ ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ച സാധനം തന്നെ കുറച്ചൊരു ഡോസ് കൂടിയ സാധനം എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇത് ബേസിക് ആയിട്ട് പോലും നമുക്ക് ചിലപ്പോൾ ഇതിന്റെ പല ബേസിക് ടോപ്പിക്കുകളും അറിയാത്തത് കാരണം തന്നെയാണ് നമ്മുടെ ഒരു മെയിൻ മാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ സാറേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആറ്റിക്കുറുക്കിയ സമ്മറിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സമ്മറി ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു, സാറ് തന്നെ തന്നെ ഡിസ്കോഴ്സും ഗ്രാമറും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ മാർക്ക് പോയി, എവിടെയോ എൻ്റെ മാർക്ക് പോയി, ഞാൻ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിലേ നമുക്ക് ഇതിനെ ഒന്ന് വിലയിരുത്തി നോക്കാം. നിങ്ങളെല്ലാം പഠിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ എല്ലാ ലൈവുകളും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്ന പോലെ എക്സാമിന്റെ തലേ ദിവസമല്ല, എല്ലാ ദിവസവും നിങ്ങൾ കുറച്ചായിട്ട് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പഠിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഒന്നാമത് നമ്മളൊന്ന് യൂട്യൂബിലേക്ക് ഇറങ്ങി നോക്കിയാൽ തന്നെയല്ലേ ഇഷ്ടംപോലെ കോണ്ടന്റുകളുണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ചാപ്റ്റർ ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെന്റേഴ്സിനെയും, അതായത് ഇംഗ്ലീഷ്, ഇപ്പൊ ഇംഗ്ലീഷിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്ത സബ്ജക്റ്റിൽ ഒട്ടും എക്സ്പേർട്ട് അല്ലാത്ത ഇഷ്ടംപോലെ ആളുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്തിലെ എക്സാമിന്റെ തലേ ദിവസമായിരിക്കും നമ്മൾ ഇത് കാണുന്നത്. ഇയാൾ ഈ പറയുന്നത് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പൊ എക്സാമിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് മണ്ടത്തരമാണ്. അതിന്റെ മുന്നേ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ഷ്യോറിറ്റി വരണം, നമ്മൾ ആ കാണുന്ന വീഡിയോ കുറിച്ചിട്ടും നമ്മൾ ആ കാണുന്ന കോണ്ടന്റിനെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി മെത്തേഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളില്ലേ 2 തരത്തിലാണ് ഇംഗ്ലീഷിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് വരാറുള്ളത്. ഒന്നില്ലേ, ഇപ്പൊ നമ്മൾ സയൻസ്
സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അത്യാവശ്യം വലിയ കനത്തിൽ പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഘനത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിനെ അത് ബാധിക്കും. അപ്പൊ നമ്മൾ തലേ ദിവസത്തേക്കായിരിക്കും ഇംഗ്ലീഷിനെ മാറ്റി വെക്കുക. തലേ ദിവസം ആവട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ചങ്ങോട്ട് ചില്ല് ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പൊ എക്സാമിന്റെ തലേ ദിവസം ആകുമ്പോഴായിരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുന്നത്. അതിൽ 5-6 ചാപ്റ്ററൊക്കെ ഒറ്റയടിക്ക് പഠിക്കാനുണ്ടാവും. ആദ്യമായിട്ട് കാണുന്ന ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ അത് വെയിറ്റ് കൂടിയിട്ട് അത് എടുത്താൽ പൊങ്ങാത്ത ഒരു ലെവലിലേക്ക് എത്തും. വേറെ ഒന്നാണ്, നമ്മൾ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് കുറേ സമയം നമ്മൾ ഇങ്ങനെ കെട്ടി മറിഞ്ഞു കൂടിയിട്ടില്ലേ, അത് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, കോർ സബ്ജക്റ്റുകളെ ബാധിക്കും. ഇത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നുള്ള യാതൊരു വേർതിരിവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്ട്രീമിലും ഒരു കോർ സബ്ജക്റ്റ് ഉണ്ടാവും, ഒന്നിലധികം കോർ സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിനെ ബാധിക്കാതിരിക്കണം എന്നുള്ളത് മാത്രമല്ല, അത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്രാവശ്യം നിങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഇംഗ്ലീഷ്. അതിൽ യാതൊരു തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ബേസിക്സിനെ ബഹുമാനിച്ചേ പറ്റുള്ളൂ. അതിന് കുറച്ച് റെസ്പെക്ട് കൊടുത്തേ മതിയാവുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈന്റ് ചെയ്തൊരു പ്രശ്നമാണ്. ഒരു 80% കുട്ടികളെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആണ്, സമയം തികഞ്ഞില്ല സാറ് പറഞ്ഞിട്ടില്ല ഈ ലൈവുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി മെത്തേഡിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ മാത്രം നോക്കിയാണ് ഞാൻ പഠിച്ചത്, പക്ഷെ എന്നാലും എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ടാവും. സമയം കിട്ടാത്തതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരട്ടെ, സമയമില്ല എന്ന് പറയുന്ന പ്രശ്നത്തിനെ നമ്മളൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയാലല്ലേ അതിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സമയം തികയാത്തത് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ അത്യാവശ്യം പുതിയ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പാറ്റേൺ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് വായിച്ച് മനസ്സിലാവാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് 1, 2, 3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കണം. ഒന്ന്, ഏത് ഡിസ്കോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അതൊരു ലെറ്റർ ആണോ, ഡയറി ആണോ, അതോ പോയം കമ്പാരിസൺ ആണോ, അതൊരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണോ, അതൊരു എസ്സേ ആണോ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആ ഡിസ്കോഴ്സ് എന്താണെന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ അത് എന്ത് ടോപ്പിക്കിലാണ്. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ആൻസർ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പൊ എന്ത് ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എത്ര മാർക്കിനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളില്ലേ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒറ്റയടിക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ഒരു ബേസിലാണ് ഏത് ആദ്യം എഴുതണം, അതിനുശേഷം ഏത് എഴുതണം, അവസാനം ഏത് എഴുതണം എന്നുള്ളത് നമ്മൾ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് ചുമ്മാ നമ്മൾ എന്തൊക്കെയോ പഠിച്ചെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിന്റെ പുറത്ത് എഴുതി കഴിഞ്ഞാലല്ലേ സമയം തികയൂല. സമയം തികയാത്തതിന് വേറെ വലിയൊരു കാരണം കൂടിയുണ്ട്. അത് പറഞ്ഞു തരട്ടെ. അതാണ് ഏറ്റവും വലിയ കാരണം. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ ഏതാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇത്രയും കാലം ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഉത്തരം എഴുതിയിരിക്കും. മലയാളത്തിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരുവിധ ലൈവുകളിലൊക്കെ നമ്മൾ മലയാളം കുറേ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ലൈവുകളാണ് ശരിക്കും നമ്മൾ മലയാളം ഇത്രയും കൂടുതൽ യൂസ് ചെയ്യാറില്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു കോർ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ കേട്ടത് കൊണ്ട് തന്നെ നമ്മളത് മലയാളത്തിൽ ചിന്തിച്ച് നമ്മൾ അതിന് ഇംഗ്ലീഷിലേക്ക് ആക്കി എഴുതുമ്പോഴത്തേക്കില്ലേ നിങ്ങൾ അതിന്റെ ഗ്രാമർ തെറ്റിക്കും. അപ്പോൾ അവിടെ എന്തായാലും ടീച്ചേഴ്സ് നിങ്ങളുടെ മാർക്ക് കളയും. നിങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചിന്തിച്ച് എഴുതുമ്പോൾ കുറേ ടൈം അവിടെ പോകുന്നുണ്ട്, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെന്താവും? നിങ്ങളുടെ ഗ്രാമറും തെറ്റും. നിങ്ങൾ എഴുതി വരുമ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഗ്രാമറും തെറ്റും. മൂന്നാമത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നതിൽ ഇതാണ് നമ്മുടെ കോർ പ്രോബ്ലം എന്ന് പറയുന്നത്. റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. എന്തായാലും നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പഠിപ്പി ഉണ്ടാവല്ലോ, ഒരു ചെറുക്കനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്തായാലും ഉണ്ടാവല്ലോ. നിങ്ങൾ അവരുടെ ഇംഗ്ലീഷ് പേപ്പർ ഒന്ന് എടുത്തു നോക്കിയേ, അല്ലെങ്കിൽ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്ത ആ ഒരു കുട്ടിയുടെ പേപ്പർ ഒന്ന് എടുത്തു നോക്കിയേ. അവരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പറയുമ്പോൾ ഞാൻ ജനറൽ ആയിട്ട് പറയാം, മാർക്ക് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടതല്ലേ. ഇതേ സമയം കൊണ്ട്, ഇതേ 2.5 മണിക്കൂർ കൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് എഴുതി തീർക്കാൻ ആ പറഞ്ഞ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് പറ്റിയെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കുട്ടിയിൽ എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആകെ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി എക്സാമിന്റെ തലേ ദിവസം വന്നിട്ടുള്ള ഒരു ലൈവ് മൊത്തം കണ്ട് ഇരുന്ന കോൺഫിഡൻസിലല്ല എക്സാം ഹോളിലേക്ക് പോകുന്നത്. ആ കുട്ടിയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങൾ, എക്സാമിന്റെ എത്രയോ ദിവസങ്ങൾ മുന്നേ കുറേ ദിവസങ്ങൾ കുറച്ച് സമയം ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അത് കുറേ സമയമാണെന്നില്ല. ഒരു ദിവസം നിങ്ങൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും എഴുതാൻ വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയത്തിന് എഴുതി തീർക്കാൻ പറ്റാത്ത പ്രശ്നം എന്തായാലും ഉണ്ടാവില്ലായിരുന്നു. അത് കൺഫേം ആണ്.
സമയത്തിന് എഴുതി തീർക്കാൻ പറ്റാത്തത് നമുക്ക് എഴുതി ശീലം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന് നിങ്ങൾ കുറേ കാരണങ്ങൾ പറയുന്നുണ്ടാവും. സാറേ എനിക്ക് ബേസിക്സ് തൊട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയില്ല, എനിക്ക് സെന്റൻസിന്റെ സ്ട്രക്ചറുകൾ അറിയില്ല, സെന്റൻസുകൾ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ മലയാളത്തിൽ ഒരു ഉത്തരമുണ്ട്, പക്ഷെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇംഗ്ലീഷിലാക്കി എഴുതേണ്ടത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പൊ ബേസിക് തൊട്ട് അറിയാത്തതിന്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ബേസിക്സ് അറിയുന്നവരും പിന്നെ അതിനെ എങ്ങനെ ഇംഗ്ലീഷിലാക്കി നന്നാക്കി ഇമ്പ്രൂവ് ആക്കി എഴുതാം എന്നുള്ളതൊക്കെ അറിയാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. സോ ഈ പറഞ്ഞതൊക്കെയാണ് പ്രശ്നം മെയിനായിട്ട്. നമ്മളിപ്പോൾ സമയമില്ലാത്തതുണ്ട്, നമ്മൾ നേരാവണ്ണം പഠിക്കാത്തതുണ്ട്, നമ്മൾ ഒരുപാട് പഠിക്കുന്നത് ഒരു പ്രശ്നമാണ്. ഒരുപാട് പഠിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, റൈറ്റ് മെത്തേഡ് യൂസ് ചെയ്യാതെ പഠിച്ചതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ എന്താണ് നമ്മളിപ്പോൾ കുറേ നേരം നമ്മൾ പ്രശ്നമാണ്, നിങ്ങൾക്ക് മാർക്ക് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കളയുന്നതിലല്ല കാര്യം. നമ്മൾ ഇതിന് എന്താണ് ഒരു പരിഹാരം? എഫക്റ്റീവായിട്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നുള്ളൊരു ആശയമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഐഡിയ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എല്ലാ ആഴ്ചകളിലും ഒരു സെഷനെങ്കിലും വെച്ചിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഗ്രാമറിലുള്ള ബേസിക്, അതായത് ബേസിക്സ് അറിയാതെ നമ്മളിപ്പോൾ പുതിയ ഗ്രാമറുകളൊന്നും പഠിച്ചാൽ നമ്മുടെ തലയിൽ കയറില്ല. അതേപോലെ തന്നെ പല ഡിസ്കോഴ്സുകളും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ്, പക്ഷെ ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊന്നും അറിയില്ല. എക്സാമിന്റെ തലേ ദിവസത്തെ ലൈവിൽ നമുക്ക് മാക്സിമം എത്ര മനസ്സിലാവും, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കോഴ്സുകളുടെ ഒക്കെ ബേസിക്സ്, ഗ്രാമറിൻ്റെ ഒക്കെ ബേസിക്സ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് ക്ലബിന്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. സോ ഇത് മെയിനായിട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ചിട്ട് കൂടെ നിങ്ങൾ ഇതുവരെയായിട്ട് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം. ഇപ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയ ഒരു സാധനം എന്ന് പറയുന്നത് പുതിയ എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. അത് എല്ലാ വർഷങ്ങളിലും അതൊരു പുതുക്കുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. വലിയ ചെറിയ എടുത്തു പറയേണ്ട മാറ്റങ്ങൾ തന്നെ ഇപ്രാവശ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് പുതിയ രീതികളാണ്, പുതിയ എക്സാം പാറ്റേണുകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പോർഷൻസ് തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ക്രിസ്മസിന് ശേഷം ജാനുവരി തൊട്ടിട്ട് നമ്മൾ മെയിനായിട്ട് റിവിഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലബ്ബ് പോലെയുള്ള അല്ല ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരു പെർട്ടിക്കുലർ ക്ലബ്ബ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്ലബ്ബിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഏറ്റവും പുറകിലാണ്, അല്ലെങ്കിൽ ഇതുവരെയായിട്ട് ഞാനൊരു ട്യൂഷൻ സെന്ററിലൊന്നും പോയിട്ടില്ല, ഇതുവരെ ഞാൻ വേറെ ഒരു കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല എന്നുള്ളൊരു വിഷമം അല്ലെങ്കിൽ ആ ഒരു വേവലാതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അത്രയും നിങ്ങൾക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ വെരി ബേസിക്സിൽ നിന്ന്, അത് ക്ലബ്ബുകളായിക്കോട്ടെ, അത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന മെന്റർഷിപ്പുകളായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യിക്കുന്ന എക്സാം ടെസ്റ്റുകളായിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ക്ലാസ് ടോപ്പർ ആവാനുള്ള എല്ലാ തരത്തിലും നമ്മൾ റെഡി ആയിരിക്കും. അത് മാനസികമായിട്ടും നമ്മളതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിട്ടും നമ്മളതിന് കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കും. ഇപ്പം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സെപ്റ്റംബർ 15 തീയതിക്ക് മുന്നേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഓഫർ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ഇത് +1-നും അതുപോലെ തന്നെ +2-നും കൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കിട്ടും. സോ ഈ ഒരു തീയതിക്ക് മുന്നേ ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സെപ്റ്റംബർ 15 തീയതിക്ക് മുന്നേ ആണ് നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3799 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് സയൻസിന്റെ പ്രൈസാണ്, ഇത് ഹ്യൂമാനിറ്റീസിന്റെ പ്രൈസാണ്. അപ്പൊ നിങ്ങൾ ഏത് സ്ട്രീമിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ബേസിക്സ് റെഡിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഈ ഓണം എക്സാമിന് ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ചെറിയ മാറ്റങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിന്റെ കേസിൽ എനിക്ക് 100% നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റും. ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വെരി ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ നമുക്ക് പരിഹരിച്ചെടുക്കണം. ഗ്രാമർ ആയിക്കോട്ടെ, ഡിസ്കോഴ്സ് ആയിക്കോട്ടെ, ചാപ്റ്റർ സമ്മറി ആയിക്കോട്ടെ, ഏറ്റവും റൈറ്റ് മെത്തേഡിൽ പഠിക്കുക, ഏറ്റവും പുതുക്കിയ നമ്മുടെ എക്സാം പാറ്റേൺ അനുസരിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള, ഇപ്പം നിങ്ങൾ ജസ്റ്റ് പൈസ ഒന്നും കൊടുക്കണ്ട, ഇപ്പം ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. ഇപ്പം രജിസ്ട്രേഷനും അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വീണ്ടും ശ്രദ്ധിക്കുക, ലൈറ്റർ ആയ ഒരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മളത് സൂക്ഷിച്ച് കണ്ടില്ല എന്നുണ്ടെങ്കിലേ അത് നമുക്ക് നല്ല പണി തരും.
അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നമ്മൾ ഇപ്പോഴേ കുറച്ചായിട്ട് അതങ്ങോട്ട് റെഡിയാക്കി പോകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എടുക്കുക. നിങ്ങളുടെ ബേസിക്സ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ബേസിക്സ് തൊട്ട് നമുക്ക് ഇംഗ്ലീഷ് ക്ലബ്ബുകൾ പോലെയുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. പക്ഷേ ഈ ഒരു പാഠം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അല്ലാതെ നമ്മൾ ഇതേ കാര്യം തന്നെ ക്രിസ്മസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലില്ലേ, ഇവിടെ മുങ്ങിപ്പോയ പോലെ തന്നെ നമ്മൾ ക്രിസ്മസ് എക്സാമിന് മുങ്ങും. അതിലുപരിയായിട്ട് നമ്മുടെ ഫൈനൽ എക്സാമിലും നമ്മൾ മുങ്ങിപ്പോകും. ഓക്കെ, ബൈ.